ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി AKSTU, അതായത് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ, ജനയുഗം പത്രവുമായി ചേർന്ന് നടത്തുന്നൊരു ക്വിസ് മത്സരമാണ് ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസ്. അപ്പോൾ ഇതിൻ്റെ സ്കൂൾ തല മത്സരം നടക്കുന്നത് ജൂലൈ 29-നാണ്. സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഈ വർഷം ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മുഴുവൻ വീഡിയോയും കണ്ടു തീർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്, നമുക്ക് ഒരു മാർക്ക് പോലും മിസ്സാക്കാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, മുഴുവൻ വീഡിയോയും കണ്ട് എല്ലാ ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ വീഡിയോസ്, ധാരാളം വീഡിയോസ് ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? എല്ലാവരും ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഉത്തരം അറിയാമോ? ശരിയായ ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. അടുത്ത ചോദ്യം നോക്കാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11-നാണ്. പഠിച്ചു പോകാം കേട്ടോ. ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുമ്പോഴും അപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11-നാണ്. അടുത്തത്, മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ്? മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ഇന്ദുലേഖ. അടുത്ത ചോദ്യം നോക്കാം. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ഇന്ദുലേഖ. ഈ ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഒ ചന്തുമേനോൻ. ഇന്ദുലേഖ എന്ന മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? ഒ ചന്തുമേനോൻ. ഓക്കെയാണേ. അടുത്ത ചോദ്യം, 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഉത്തരം ആർ രാജശ്രീ. ഓക്കെയാണേ. 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ആർ രാജശ്രീയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2026 G20 ഉച്ചകോടിയുടെ വേദി. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം മിയാമി. അമേരിക്കയിലെ മിയാമി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2026 G20 ഉച്ചകോടി നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രശസ്തമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രശസ്തമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, യന്ത്രങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധി പ്രക്രിയകളുടെ അനുകരണമാണ് AI. AI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ഉത്തരം? AI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? യെസ്, രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനം ഗോവയും വലിയ സംസ്ഥാനം രാജസ്ഥാനും. ഓക്കെയാണേ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. അടുത്ത ചോദ്യം, ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ്? ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. യെസ്, ഉത്തരം വരുന്നത് ഇന്ത്യ. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന
ഇന്ത്യ മഹാരാജ്യത്തിൻ്റേതാണ്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 72ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 72ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം അറിയാമോ? ഉത്തരം വരുന്നത് മമ്മൂട്ടി. ആരെയാണ്? മമ്മൂട്ടിയെയാണ് 72ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ചിത്രത്തിനാണ് മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്? ഭ്രമയുഗം. ഭ്രമയുഗം എന്ന ചിത്രത്തിനാണ് മമ്മൂട്ടിക്ക് 72ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലോക വനദിനം എന്നാണ്? ലോക വനദിനം എന്നാണ്? ഉത്തരം വരുന്നത് മാർച്ച് 21. ലോക വനദിനം എന്നാണ്? മാർച്ച് 21-നാണ് ലോക വനദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം ഓടക്കുഴൽ. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? ഓടക്കുഴൽ. ഓക്കെ. അടുത്ത ചോദ്യം, ഭൗമദിനം ആചരിക്കുന്നത് എന്നാണ്? ഭൗമദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ഭൗമദിനമായി ആചരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷയാണ് തമിഴ്. ഓക്കെ. സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയാലോ ഉത്തരം. പറയൂ, എന്താണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. അറിയാത്തവർ പഠിച്ചു വെച്ചോളൂ. സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. അടുത്ത ചോദ്യം ഇതാണ്, സൗരയുധത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? സൗരയുധത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഉത്തരം വരുന്നത് ശുക്രൻ. അപ്പോൾ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, സൗരയുധത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം ക്രിക്കറ്റാണ്. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ പറയൂ, ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? ഉത്തരം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. അടുത്ത ചോദ്യം, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോനാണ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ഉത്തരം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥം ഏതാണ്? ഉത്തരം പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥം എന്ന് പറയുന്നത് പല്ലിൻ്റെ ഇനാമലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 8. ഓക്കെ. അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം പറയൂ, എല്ലാവർക്കും അറിയാലോ. ഹിന്ദിയാണ് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്?
ഉത്തരം തെലുങ്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കും ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, സ്കൂൾ തല മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ചോദ്യം ഇതാണ്: ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതു രാജ്യത്തിൻ്റേതാണ്? ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.